നമസ്കാരം. നമുക്കറിയാം സിറിയയിൽ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന്. അസദിന്റെ ഭരണം അട്ടിമറിക്കപ്പെട്ടു. അസദും കുടുംബവും റഷ്യയിൽ അഭയം തേടി. എന്നാൽ ഇപ്പോൾ സിറിയയിൽ വീണ്ടും ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തെ പുതിയ അധികാരികളും പുറത്താക്കപ്പെട്ട ഏകാധിപതി ബഷർ അസദിന്റെ അനുകൂലികളായ തോക്കുധാരികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ 200-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരം. അസദ് ഭരണകൂടത്തിന്റെ പതനത്തിന് ശേഷമുള്ള ഏറ്റവും രക്തരൂക്ഷിതമായ കലാപത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സിറിയയിലെ മെഡിറ്ററേനിയൻ തീരത്ത് അസദിന്റെ ദീർഘകാല ശക്തി കേന്ദ്രങ്ങളായ ലദാക്കിയ, ടാർട്ടസ് പ്രവിശ്യകളിലാണ് സംഘർഷങ്ങൾ തുടങ്ങിയത്. ഡിസംബർ ആദ്യം ഇസ്ലാമിക ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള വിമത ഗ്രൂപ്പുകൾ അസദിന്റെ സർക്കാരിനെ അട്ടിമറിച്ചതിനു ശേഷം ഇരു വിഭാഗങ്ങളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഏറ്റുമുട്ടലാണിത്. 14 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം സിറിയയെ ഒന്നിപ്പിക്കുമെന്ന് പുതിയ സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും കാര്യങ്ങൾ ആ വഴിക്കല്ല നീങ്ങുന്നത് എന്നാണ് സൂചനകൾ. ബ്രിട്ടൻ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ കണക്കനുസരിച്ച് പോരാട്ടം ആരംഭിച്ചതിനു ശേഷം 200-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ നടന്ന പ്രതികാരാക്രമണങ്ങളിൽ ഏകദേശം 140 പേർക്ക് പുറമെ മരിച്ചവരിൽ കുറഞ്ഞത് 50 സിറിയൻ സർക്കാർ സേനാംഗങ്ങളും അസദിനോട് വിശ്വസ്തത പുലർത്തുന്ന 45 പോരാളികളും ഉൾപ്പെടുന്നുണ്ട്. സായുധധാരികളായ തോക്കുധാരികൾ തമ്പടിച്ചിരിക്കുന്ന ഏതാനും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും അധികാരം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചും മറ്റും നഗരങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ തീരത്തേക്ക് തിരിച്ചുവിട്ടുമെല്ലാം സർക്കാർ ശക്തമായ രീതിയിലാണ് സംഭവത്തോട് പ്രതികരിക്കുന്നത്. ലദാക്കിയ പ്രവിശ്യയിലെ ഒരു തീരദേശ നഗരമായ ജബ്ലയിൽ സായുധധാരികളായ അസദ് അനുകൂലികൾ നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയിരുന്നു. സംഘർഷം 3-ാം ദിവസത്തിലേക്ക് കടന്ന പശ്ചാത്തലത്തിൽ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. അസദിന്റെ ഭരണം വീണതിന് പിന്നാലെ കുപ്രസിദ്ധമായ സെയ്ദ്നിയ ജയിലിൽ അരങ്ങേറിയ ഞെട്ടിപ്പിക്കുന്ന പീഡനങ്ങൾ പുറത്തു വന്നിരുന്നു. ഓരോ ജയിലറയ്ക്കും പറയാനുണ്ടായിരുന്നത് ക്രൂരതയുടെ കഥകളായിരുന്നു. ക്രൂരതയുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും പ്രതീകമാണ് സെയ്ദ്നിയ ജയിൽ എന്ന് പറയാതെ വയ്യ. രാഷ്ട്രീയ എതിരാളികൾ, ആക്ടിവിസ്റ്റുകൾ, അസദ് കുടുംബത്തെ ചോദ്യം ചെയ്തവർ, മാറ്റത്തിനു വേണ്ടി വാദിച്ചവർ തുടങ്ങി നിരവധി പേരെയാണ് ഈ ജയിലിൽ അടച്ചിരുന്നത്. ഇവരെയൊന്നും വെറുതെ അടയ്ക്കുകയായിരുന്നില്ല. നിരന്തരം പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരുന്നു. ചാട്ടവാറടി, ഉറക്കം കെടുത്തൽ, പതിവായി ഷോക്കടിപ്പിക്കൽ ഇതെല്ലാം സ്ഥിരമായി നടന്നിരുന്നു ജയിലിൽ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് തടവുകാരാണ് ഭൂഗർഭ ജയിലുകളിൽ കഴിഞ്ഞിരുന്നത്. സ്ത്രീകൾ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നു. സ്ത്രീകളെ പീഡിപ്പിക്കാൻ മറ്റു തടവുകാരെ നിർബന്ധിച്ചു. അതിന് തയ്യാറാകാത്തവരെ മർദ്ദിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ പീഡനങ്ങൾക്കെല്ലാം പുറമെ ഞെട്ടിക്കുന്ന മറ്റു കഥകളും പുറത്തു വന്നിരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.